അള്ളാന്റെ കോടതിയിലേക്ക് കടന്നു ചെല്ലുമ്പോ ഈ പശ്ചാത്തപിച്ച പാപത്തിന്റെ പേരില് ഇന്ന് ഇവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ട് അള്ളാനോട് ഏറ്റുപറഞ്ഞ ഈ പാപത്തിന്റെ പേരില് നാളെ അല്ല രണ്ടാമതും നിന്നെ ശിക്ഷിക്കില്ല. കാരണം അല്ലാഹു നീതിമാനാ. അതുകൊണ്ടാണ് പല സ്വഹാബികളും മുത്തുനബി ഇത് പറഞ്ഞു കൊടുത്തപ്പെടാട് മായിസ് എന്ന് പറയുന്ന വ്യഭിചരിച്ചവരെ ചെറുപ്പക്കാരൻ മുത്തുനബിയുടെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് ഞാൻ വ്യഭിചരിച്ച് നബിയെ എന്നെ എറിഞ്ഞുകൊല്ലാ പറ നബിയെ, എന്നെ എറിഞ്ഞുകൊല്ലാ പറ നബിയെ. മുത്തുനബി ചോദിച്ചു എന്തേ മായിസേ, എനിക്കറിയാ എന്നെ എറിഞ്ഞുകൊല്ലുമെന്ന്. എന്തിനാണ് പരസ്യമായിട്ട് ഞാൻ ഈ ശിക്ഷ ഏറ്റുവാങ്ങുന്നതെന്നറിയുമോ? ഇന്നിവിടെ വെച്ച് ഞാനിത് വാങ്ങിയാ നാളെ റബ്ബിന്റെ നരകത്തില് കിടക്കേണ്ടി വരില്ലല്ലോ. അതുകൊണ്ട് ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ഈ ആയിരങ്ങളോട് ആദ്യം ഈ സിറാജിന്റെ സ്വന്തം നഫ്സിനോട് പിന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് കരയണ്ടേ, പടച്ച റബ്ബിന്റെ മുന്നിൽ പശ്ചാത്തപിക്കണ്ടേ. ഇന്ന് ഈ സദസ്സിലിരുന്നുകൊണ്ട് ഞാനും നിങ്ങളും പാപങ്ങൾ ഏറ്റു പറയുമ്പോ പടച്ച റബ്ബിന്റെ അർശിന്റെ താഴ്ഭാഗത്ത് നിൽക്കുന്നു, അല്ലാഹുവിന്റെ അർശിന്റെ ഭാഗത്ത് നിൽക്കുന്നു ലക്ഷക്കണക്കിന് കോടാനി മലക്കുകളുണ്ടല്ലോ. ഈ തുമ്പയിലെ ഈ സ്വർഗം കണ്ടിട്ട്, ഈ സ്വർഗത്തിലിരുന്ന് കരയുന്നവരെ കണ്ടിട്ട് അല്ലാഹു മലക്കുകളോട് പറയുകയാ, കണ്ടോ എന്റെ അടിമകളെ കണ്ടോ, എന്റെ അടിമകളെ കണ്ടോ, ചെയ്തു പോയ പാപങ്ങളെ ഏറ്റുപറഞ്ഞ എന്റെ അടിമകളെ കണ്ടോ. കാണുന്നു പറഞ്ഞിട്ട് അല്ലാഹു എന്റെയും നിങ്ങളെയും മലക്കുകൾക്ക് കാണിച്ചു കൊടുക്കുമ്പോ ആ പടച്ചറപ്പിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് മലക്കുകൾ അല്ലാഹുവോട് പറയുകയാണ്, പടച്ചവരെ ഈ പൊട്ടിക്കരയുന്നവരുടെ, ഈ തൗബ ചെയ്യുന്നവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കണേ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നത് ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരെ ഒരു പാപവും ചെയ്യാത്തവര്, പാപവും കാണാത്തവര്, പാപവും പറയാത്ത അല്ലാഹുവിന്റെ മലക്കുകള് തുമ്പയിൽ ഈ സദസ്സിൽ നിന്ന് കരയുന്ന വാപ്പയെ നോക്കിയിട്ട്, ചെറുപ്പക്കാരൻ നോക്കിയിട്ട് അല്ലാഹുവോട് പറയുന്നു, നാഥാ ആ ചെറുപ്പക്കാരന് നീ പുറത്തു കൊടുക്കണേ അത് മാത്രമല്ല, ആ ഒറ്റയ്ക്കിരുന്ന് കരയുന്ന പെണ്ണുണ്ടല്ലോ, ജീവിതത്തിൽ എപ്പോഴോ തെറ്റിപ്പോയ ഒരു പാപത്തിന്റെ പേരില് ഇരുന്ന് കരയുന്ന ആ പെണ്ണുണ്ടല്ലോ, അവൾക്ക് നീ സ്വർഗം കൊടുക്കണേ നമുക്ക് സ്വർഗം കിട്ടാ മലക്കുകൾ അല്ലാഹുവോട് ദുആ ചെയ്യുകയാ. അത് മാത്രമല്ല അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, വമൻ സ്വലഹ മിൻ ആബായിഹിം വഅസ്വാജിഹിം വദുരിയാതിഹിം. എടാ നീ കള്ളു കുടിച്ചവനാണോ, നീ വ്യഭിചരിച്ചവനാണോ, നീ പലിശ തിന്നവനാണോ, പല പെണ്ണുങ്ങളുടെയും ജീവിതം തകർത്തവരാണോ, നീ ഇവിടെ ഇരുന്ന് പശ്ചാത്തപിക്കുമ്പോ അല്ലാഹുവിനോട് മലക്കുകളെ പറയുകയാണ്, ആ കരയുന്ന ചെറുപ്പക്കാരന് നീ സ്വർഗം കൊടുക്ക തമ്പുരാന്, അവന്റെ പാപം പൊറുക്ക തമ്പുരാന്. ഇവന് ജന്മം കൊടുത്ത ഒരു വാപ്പയുണ്ട്, ഇവനെ നൊന്ത് പ്രസവിച്ച ഒരു ഉമ്മയുണ്ട്, അവർ രണ്ടുപേർക്കും നീ സ്വർഗം കൊടുക്കണേ തമ്പുരാന്. അല്ലാഹുവേ ഈ പശ്ചാത്തപിക്കുന്നവന്റെ കൂടെ പാതിരാത്രി കിടന്നുറങ്ങുന്ന ഒരു പെണ്ണുണ്ട് നാഥാ, ആ പെണ്ണിനും നീ സ്വർഗം കൊടുക്കല്ല. പടച്ചവരെ ഈ മനുഷ്യന്റെ രക്തത്തിൽ പിറന്ന മക്കളുണ്ട് തമ്പുരാന്, ആ മക്കൾക്കും നീ സ്വർഗം കൊടുക്കണേ അല്ലാ. എന്നും മലക്കുകൾ ദുആ ചെയ്യുമെന്ന് ഞാനല്ല പറഞ്ഞത്, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, വശഅബാൻ വൽ മുകഫിറൂൻ.